നിങ്ങൾ ആരെങ്കിലും 1000 രൂപ കയ്യിൽ വെച്ച് ഒരു 3 ദിവസം യാത്ര പോകാൻ പറ്റുമോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? 1000 രൂപയ്ക്ക് 3 ദിവസം യാത്ര ചെയ്യുക എന്നത് ചില കാര്യങ്ങൾ പരിഗണിച്ചാൽ സാധ്യതയുണ്ട്. എന്നാൽ അത് നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്, എങ്ങനെ യാത്ര ചെയ്യുന്നു, എവിടെ താമസിക്കുന്നു, എന്ത് കഴിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഇതൊരു വെല്ലുവിളിയുള്ള കാര്യമാണ്. എങ്കിലും ഏറ്റവും കുറഞ്ഞ ചെലവിൽ യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് സാധ്യമാക്കാൻ ചില വഴികൾ ഇതാ. യാത്രാസ്ഥലവും ദൂരവും. അടുത്തുള്ള സ്ഥലങ്ങൾ. നിങ്ങളുടെ വീടിനടുത്തുള്ള സ്ഥലങ്ങളോ അല്ലെങ്കിൽ കുറഞ്ഞ ദൂരപരിധിയിലുള്ള സ്ഥലങ്ങളോ തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് യാത്രാ ചെലവ്, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വളരെയധികം കുറയ്ക്കും. ബസ്, ട്രെയിൻ യാത്ര, ദൂരയാത്ര ഒഴിവാക്കുക. 1000 രൂപയിൽ ഭൂരിഭാഗവും യാത്രാക്കൂലിക്കായി ചെലവഴിച്ചാൽ മറ്റു കാര്യങ്ങൾക്ക് പണം തികയില്ല. താമസം, അക്കോമഡേഷൻ. താമസം സൗജന്യമാക്കാനോ ഏറ്റവും കുറഞ്ഞ ചെലവിൽ കണ്ടെത്താനോ ശ്രമിക്കണം. സുഹൃത്തുക്കളുടെ ബന്ധുക്കളുടെ വീട്. നിങ്ങൾ സന്ദർശിക്കുന്ന സ്ഥലത്ത് സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഉണ്ടെങ്കിൽ അവരുടെ സഹായം തേടാം. ആശ്രമങ്ങൾ, ക്ഷേത്രങ്ങൾ, പള്ളികൾ. ചില സ്ഥലങ്ങളിൽ ഭക്തർക്ക് കുറഞ്ഞ നിരക്കിൽ താമസ സൗകര്യം ലഭിക്കാറുണ്ട്. ക്യാമ്പിംഗ്. സുരക്ഷിതമായ സ്ഥലങ്ങളിൽ ടെന്റ് ഉപയോഗിച്ച് താമസിക്കുന്നത് പണം ലാഭിക്കാൻ സഹായിക്കും. ഭക്ഷണത്തിനായി പണം ഏറ്റവും കുറഞ്ഞ രീതിയിൽ ഉപയോഗിക്കുക. ഹോട്ടൽ ഭക്ഷണം ഒഴിവാക്കുക. വലിയ ഹോട്ടലുകളിലെ ഭക്ഷണം പൂർണ്ണമായി ഒഴിവാക്കുക. വീട്ടിൽ നിന്ന് കൊണ്ടുപോകുക. കഴിയുമെങ്കിൽ ആദ്യ ദിവസത്തേക്കുള്ള ലഘുഭക്ഷണങ്ങളും മറ്റ് അത്യാവശ്യ സാധനങ്ങളും വീട്ടിൽ നിന്ന് കൊണ്ടുപോകുക. ചായക്കടകൾ, തട്ടുകടകൾ. പ്രാദേശികമായ കുറഞ്ഞ വിലയ്ക്ക് ഭക്ഷണം ലഭിക്കുന്ന തട്ടുകടകളെയോ ചെറിയ ചായക്കടകളെയോ ആശ്രയിക്കുക. ദിവസവും രൂപ 250 മുതൽ 300 വരെ ഭക്ഷണത്തിനായി മാറ്റിവെച്ചാൽ 3 ദിവസത്തേക്ക് ഏകദേശം രൂപ 750 മുതൽ 900 വരെ ചെലവ് വരും. ഇതാണ് 1000 രൂപന്റെ ഏറ്റവും വലിയ വെല്ലുവിളി. സൗജന്യ സ്ഥലങ്ങൾ. പ്രവേശന ഫീസ് ഇല്ലാത്ത സ്ഥലങ്ങൾ, ബീച്ചുകൾ, പാർക്കുകൾ, ചില അമ്പലങ്ങൾ, പള്ളികൾ, പൊതുസ്ഥലങ്ങൾ മാത്രം സന്ദർശിക്കുക. നടത്തം. അടുത്തടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് നടന്നു പോകുകയോ സൈക്കിൾ ഉപയോഗിക്കുകയോ ചെയ്യുക. ശ്രദ്ധിക്കുക, ഇത് സാധ്യമാകണമെങ്കിൽ എല്ലാ ചെലവുകളും കൃത്യമായി നിയന്ത്രിക്കുകയും അത്യാവശ്യ കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തുകയും വേണം.